നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘർഷം. 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പരിക്കേറ്റവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് പത്തിരിപ്പാല ശാഖയിൽ നടന്ന മുക്കുപണ്ട പണയ തട്ടിപ്പ്. ബാങ്ക് ഉദ്യോഗസ്ഥനടക്കം 7 പേർ അറസ്റ്റിൽ. മുക്കുപണ്ടം പണയം വെച്ച് 45.5 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. മലപ്പുറം തുവ്വൂരിൽ കഞ്ചാവ് ഉപയോഗിച്ചവരെ പിടികൂടി പോലീസിലേൽപ്പിച്ച ക്ലബ്ബ് പ്രവർത്തകർക്ക് ലഹരി മാഫിയയുടെ വധഭീഷണി. ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകരെയാണ് ലഹരി മാഫിയ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. പരാതിയിൽ കരുവാരക്കുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി. ഷൊർണൂർ കുളപ്പുള്ളിയിൽ സിമന്റ് കയറ്റിറക്കു യന്ത്രം കൊണ്ടുവന്ന കടയുടമയ്ക്കെതിരായ CITU-വിന്റെ സമരം. കടയുടമയ്ക്ക് പിന്തുണയുമായി വ്യാപാരികൾ കടകൾ അടച്ച് പ്രതിഷേധിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മണ്ണാർക്കാട് നിന്നും വട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലേക്കുള്ള പരമ്പരാഗത പാത തുറക്കണമെന്ന ആവശ്യം ശക്തം. നിയമസഭയിലും വിഷയം ഉന്നയിച്ച് N. ഷംസുദ്ദീൻ MLA. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷം. 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കിടയിലാണ് സംഘർഷം ഉണ്ടായത്. വെള്ളിയാഴ്ച ഉച്ചയോടെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് സംഘർഷമുണ്ടായതെന്ന് പറയുന്നു. സ്കൂളിലെ ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കിടയിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വെള്ളിയാഴ്ചത്തെ പരീക്ഷ കഴിഞ്ഞാണ് ഇരുവിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടായത്. ഇതിൽ ഒരു വിദ്യാർത്ഥി കയ്യിൽ കരുതിയ മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. സ്കൂളിൽ മുന്നേയും നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഈ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. തുടർന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലുൾപ്പെടെ മാതാപിതാക്കൾ കയറിയിറങ്ങിയാണ് സ്കൂളിൽ തിരിച്ചെടുത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പരിക്കേറ്റ 2 വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. കുത്തിയ വിദ്യാർത്ഥി ഉൾപ്പെടെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് പത്തിരിപ്പാല ശാഖയിൽ മുക്കുപണ്ട പണയത്തട്ടിപ്പിൽ ബാങ്ക് ഉദ്യോഗസ്ഥനടക്കം 7 പേർ അറസ്റ്റിൽ. ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണനും 3 കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് 45 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണൻ, ഇയാളുടെ സഹോദരിയും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവി, ഇവരുടെ ഭർത്താവും CPM തേൻകുറിശി ലോക്കൽ കമ്മിറ്റി അംഗവുമായ KV വാസുദേവൻ, മകൻ വിവേക്, മരുമകൾ ശരണ്യ, ഹരിലാൽ, അരവിന്ദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുപ്പൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമാണ് ഇവരെ പിടികൂടിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ വിവിധ ഘട്ടങ്ങളിലായി മോഹനകൃഷ്ണനും കുടുംബാംഗങ്ങളും ചേർന്ന് മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് പണം തട്ടിയെന്നായിരുന്നു ബാങ്കിന്റെ പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ. പിന്നാലെ മാനേജർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ഫെബ്രുവരി 28-ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം പ്രതികൾ ഒളിവിൽ പോവുകയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്തു. ഇത് തള്ളിയതോടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് ഉപയോഗിച്ചവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച ക്ലബ്ബ് പ്രവർത്തകർക്ക് ലഹരി മാഫിയയുടെ വധഭീഷണി. തുവൂർ തേക്കുംപുറത്തെ ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകരെയാണ് ലഹരി മാഫിയ സംഘം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ക്ലബ്ബ് പ്രവർത്തകർ നൽകിയ പരാതിയെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കഞ്ചാവ് ഉപയോഗിച്ച 3 സംഘത്തെ തെക്കുംപുറം ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർ പിടികൂടി കരുവാരക്കുണ്ട് പോലീസിന് കൈമാറിയത്. ഇതേ തുടർന്ന് മികച്ച രീതിയിലുള്ള അഭിനന്ദനങ്ങൾ ക്ലബ്ബ് പ്രവർത്തകർക്ക് ലഭിക്കുകയുമുണ്ടായി. വ്യാഴാഴ്ച രാത്രിയാണ് കഞ്ചാവ് സംഘത്തെ പിടികൂടിയവരിൽ ഒരാൾക്ക് ഫോൺ കോൾ വന്നത്. കൊല്ലും, കുടുംബത്തോടെ നശിപ്പിക്കും തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ഭീഷണി. ഹലോ. പെട്ടെന്ന് വാ, ഞാൻ 1-2 പരിപാടിയിലാണ്. അപ്പൊ അത് കഴിഞ്ഞാണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്താണ് സംഭവം? എന്നെ കാണേണ്ട ആവശ്യമുണ്ട്. 1-2 കേസ് സംസാരിക്കാനാണ്. ഞാൻ 1-2 വേദിയിലാണ്. എന്ത് കേസാണ്? എന്താണ് സംഭവം? അല്ല, എന്നെ കാണണ്ട്. പെട്ടെന്ന് നിന്നിട്ട് വാ. എന്നാ ഇങ്ങോട്ട് തൂർക്ക് വരുമോ? ഏത് തൂർക്ക് വരുമോ? തൂര് എങ്ങനെ? അപ്പൊ പിന്നെ ഞാനെങ്ങനെ അങ്ങോട്ട് വരുമോ? ആൾക്കറിയില്ല. ഞാനെന്താ അന്റെ കഷ്ടകാലം തുടങ്ങി കഴിഞ്ഞു. ഒന്ന് ചൂടിക്കോ. അന്നെ അദ്ദേഹം മറ്റേ നാണയത്തിൽ എന്റെ അങ്ങനെ സീനെന്ന്
പറഞ്ഞു കഴിഞ്ഞാല് ഇത് റെക്കോർഡ് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോ. അന്നെ എടുത്തിട്ട് ഇറങ്ങുള്ളൂ. അന്നെ പഞ്ഞിക്ക് ഇടുന്ന് പറഞ്ഞാൽ ഇടും. അതിന് ഞങ്ങൾക്ക് തൂര് എത്ര മറ്റേ മനസ്സിലാവോ? ഇത് ഞാൻ അവിടെ ഒരു ധർണ അവാർഡന നടന്നു കഴിഞ്ഞാലും എന്നോട് ചെയ്യല്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പെണ്ണുങ്ങൾ സൗദിയിലല്ലേ, ഓൾ അവിടുന്ന് എടുക്കാനുള്ള മെമ്മറി വേറെ ഉണ്ട്. പെരിയിൽ വന്ന് അടിച്ചെന്നെ തച്ചൊറ്റക്ക് കൊല്ലല്ല അറിവില്ലായിട്ടല്ല, ഒന്ന് ബാക്ക് ചവിട്ടിയത് പേടിച്ചിട്ടും അല്ല. അനക്ക് കിട്ടണത് അങ്ങനെ തന്നെ ഞാൻ പറയാം. എന്റെ പെണ്ണുങ്ങൾ സൗദിയിലല്ലേ ഇവിടെ ജീവിച്ചനെ. പിന്നെ എന്റെ എളാപ്പാന്റെ ചെറുക്കന് 200 റുപ്യന്റെ മരുന്ന് ഡയലില്ലാതെ അവന് ഉറങ്ങലും ഇല്ല. അതൊക്കെ നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ബഷീറെ ഇജ് ഈ ബെർലിൻ മണ്ണിക്കോ ഈ നോമ്പൊന്ന്. സംഭവത്തെ തുടർന്ന് ക്ലബ്ബ് പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജെസീനയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കരുവാരകുണ്ട് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഷൊർണൂർ കുളപ്പുള്ളിയിൽ CITU കുടിൽക്കെട്ടി സമരത്തിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. കടകളടച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിഷേധം നടന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചത്. പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുമ്പിൽ 4 ദിവസമായി CITU കുടിൽക്കെട്ടി സമരം നടത്തി വരികയാണ്. കയറ്റിറക്ക് യന്ത്രം കൊണ്ടുവന്നതിനാൽ ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമെന്നാരോപിച്ചാണ് CITU സമരം. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് CITU നേതാക്കൾ. എന്നാൽ ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന വാദത്തിലാണ് പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് ഉടമ. കടയുടമയ്ക്ക് പൂർണ്ണ പിന്തുണയുമായാണ് വ്യാപാരി സമൂഹം തെരുവിലിറങ്ങിയത്. കടയടപ്പ് സമരത്തോടനുബന്ധിച്ച് നടന്ന ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. എന്തിനാണ് നിങ്ങൾ ഇന്ന് ഈ കുളപ്പുള്ളി ടൗണിൽ ഇങ്ങനെ കുത്തിയിരുന്ന് ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഞങ്ങളോടൊപ്പം തൊഴിലെടുക്കുന്ന ഈ കുളപ്പുള്ളിയിൽ കഴിഞ്ഞ 10-11 വർഷത്തിലേറെക്കാലം ഇവിടെ സ്ഥാപനം നടത്തുന്ന പ്രകാശൻ എന്ന് പറയുന്ന പ്രകാശേട്ടൻ്റെ ജീവൻ നഷ്ടപ്പെടരുത് എന്ന തീരുമാനമുള്ളത് കൊണ്ടാണ് നാം ഇവിടെ ഇന്ന് ഒന്നിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? പ്രകാശേട്ടൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഒരു കച്ചവടക്കാരൻ, നമ്മുടെ സഹോദരൻ, ഞാനിതാ എൻ്റെ മുന്നിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ല. എന്താണ് കാരണം? ഈ ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണിക്ക് വഴങ്ങി എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, എൻ്റെ അഭിമാനത്തിന് വില പറയുന്ന, എനിക്ക് ജീവിക്കാൻ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല, മരണമല്ലാതെ ഒരുപക്ഷെ എൻ്റെ മുന്നിൽ മറ്റു മാർഗമില്ല എന്ന് ദയനീയമായി വിലപിക്കുമ്പോൾ ഈ കുളപ്പുള്ളിയിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്നു, അങ്ങനെ ഞങ്ങളുടെ സഹോദരനെ, ഞങ്ങളിൽ ഒന്നിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ, ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണിക്ക് മുൻപിൽ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ കുളപ്പുള്ളിയിൽ വിളിച്ചു പറയുന്നതിന് വേണ്ടിയാ നമ്മളിവിടെ യോഗം ചേരുന്നു. കുളപ്പുള്ളി യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് PP ഉമർ, മണ്ഡലം ജനറൽ സെക്രട്ടറി സുലൈമാൻ, ട്രഷറർ അഭിലാഷ്, വിവിധ യൂണിറ്റ് ഭാരവാഹികളായ ജോസഫ്, ജൂബി, അബ്ദുറഹ്മാൻ, ഷാജഹാൻ, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് നിന്നും മട്ടപ്പാടിയിലെ മുള്ളി വഴി ഊട്ടിയിലേക്കുള്ള പരമ്പരാഗത പാത തുറക്കുവാൻ മുഖ്യമന്ത്രിയും സർക്കാരും ഇടപെടണമെന്ന് N ഷംസുദ്ദീൻ MLA നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. വിഷയം തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി മറുപടി പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾ നീലഗിരി ജില്ലയിലേക്കും ഊട്ടിയിലേക്കും പോയിരുന്ന പാതയാണ് ഇത്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തമിഴ്നാട് സർക്കാർ പാത അടച്ചിട്ടതുമൂലം തദ്ദേശവാസികളും വിനോദസഞ്ചാരികളും ഉൾപ്പെടെയുള്ളവർ വളരെ ബുദ്ധിമുട്ടുകയാണ്. 2022 ജൂലൈയിൽ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു. സർക്കാർ ഇടപെടണമെന്നും യാത്ര പുനഃസ്ഥാപിക്കാൻ തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മറുപടി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് ഇതുവരെയും യാതൊരു പരിഹാരവുമായിട്ടില്ല. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഇതിനുവേണ്ടി ഞാൻ നേരിട്ട് കത്ത് നൽകിയിരുന്നു.
എന്നിട്ടും ഇത് സംബന്ധിച്ച് യാതൊരു പരിഹാര നടപടിയും ഉണ്ടായിട്ടില്ല. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ഒരു പാതയുണ്ട് സർ. അത് കഴിഞ്ഞ പരമ്പരാഗതമായിട്ടുള്ള പാതയാണ്. അതിലൂടെ ആളുകൾ നീലഗിരി ജില്ലയിലെ ഊട്ടിയിലേക്ക് പോയിരുന്നതും വന്നിരുന്നതുമാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് അവിടെ ആ പാത അടക്കുകയുണ്ടായി. അതുവഴി ആളുകളെ യാത്ര ചെയ്യാൻ അനുവദിക്കാത്തൊരു സ്ഥിതി വന്നു. സർ, കഴിഞ്ഞ 2022 5/7/22 ഞാൻ ഇതുപോലൊരു സബ്മിഷൻ ഉന്നയിച്ചു. ഈ ഗൗരവമായ വിഷയം നിയമസഭയുടെ മുന്നിൽ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ ഈ സംസ്ഥാന സർക്കാർ ഇടപെടാമെന്നും ആ യാത്ര പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ സൂചിപ്പിക്കേണ്ടായി. സർ, വീണ്ടും അങ്ങനെ അതിനൊരു പരിഹാരമാകാത്തതുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് ഞാൻ തന്നെ ഒരു നിവേദനം ഒരു സമ്മേളനത്തിന് അവിടെ പോയിട്ട് കൊടുത്തു. മറ്റു പലരും പല സംഘടനകളും നിവേദനം കൊടുത്തു. പക്ഷേ ഇതുവരെ പരിഹാരമായില്ല. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലൊരു സംസാരവും അതിനുവേണ്ട സൗകര്യങ്ങളും ചെയ്യാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നു. അതും നടന്നില്ല. ഞാൻ മന്ത്രി പോരാത്തോണ്ടല്ല, ഇനി അന്തർ സംസ്ഥാന വിഷയമായതുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ എന്ന് കരുതിയിട്ട് ഈ സഭയുടെ തുടക്കത്തിൽ 23/1 അതായത് ജനുവരി 23 ഞാനിത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത സബ്മിഷനാണ്. മുഖ്യമന്ത്രി എടുക്കാതെ വന്നപ്പോഴാണ് ഇനിയിപ്പോൾ സഭ തീരാൻ പോവാണല്ലോ, വനം മന്ത്രിയിൽ നിന്നെങ്കിലും ഒരു മറുപടി ഒരിക്കൽ കൂടി കിട്ടട്ടെ എന്ന് കരുതി വീണ്ടും ഇത് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. സർ, മണ്ണാർക്കാട്ട് നിന്ന് ഊട്ടിയിലേക്ക് 100 കിലോമീറ്ററിനുള്ളിൽ എത്താൻ സാധിക്കുന്ന ഒരു വഴിയാണിത്. ഇത് പാലക്കാട് ജില്ലക്കാർക്ക് മാത്രമല്ല, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലക്കാർക്കൊക്കെ ഈ സുഖവാസ കേന്ദ്രമായ അല്ലെങ്കിൽ ടൂറിസം കേന്ദ്രമായ ഊട്ടിയിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗ്ഗമാണ്. മാത്രവുമല്ല, പോകുന്ന വഴിയാവട്ടെ നല്ല മനോഹരമായ പ്രദേശങ്ങളാണ്. കാണാൻ ചെറുപ്പക്കാർക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്. ചെറുപ്പക്കാരൊക്കെ വളരെ സജീവമായിട്ട് അതുവഴി പോയിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ നിർദാക്ഷിണ്യം അവിടെ തടഞ്ഞിരിക്കുകയാണ്. അതിന് വേറെ ചില മുടന്ത് ന്യായങ്ങളൊക്കെയാണ് സർ പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് സജീവമായിട്ട് ഇടപെടണം. വീണ്ടും ഞാൻ സബ്മിഷൻ ഉന്നയിച്ചതിന്റെ താല്പര്യം ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ തമിഴ്നാട്ടിലേക്ക് അയച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. മുമ്പ് പോയിരുന്ന പോലെ എല്ലാവർക്കും അതുവഴി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം. അന്തർ സംസ്ഥാന വിഷയമായതിനാൽ മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും MLA പറഞ്ഞു. വിഷയം തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മറുപടിയിൽ പറഞ്ഞു. മന്ത്രിയുടെയും വകുപ്പിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഉന്നയിച്ചതുപോലെ തന്നെ 118 കിലോമീറ്റർ ദീർഘമുള്ള ഈ റോഡിൽ പകുതിയിലധികം ഭാഗം തമിഴ്നാടിൻ്റെ വനാതിർത്തിയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള യാത്രാ തടസ്സങ്ങളും ഇപ്പോഴുമില്ല, അന്നുമില്ല, നാളെയും ഉണ്ടാവുകയില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി തമിഴ്നാട് സർക്കാരിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിരുന്നു. പരിശോധിക്കാമെന്ന് അദ്ദേഹം അനുഭാവപൂർവ്വം മറുപടി നൽകിയെങ്കിലും മറ്റ് തുടർ നടപടികളിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നടപടികളാണ് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുക. ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തോടുകൂടി തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇത് കിട്ടിയ ഉടനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ മന്ത്രി തന്നെ നോക്കി പിന്നെ നമുക്ക് നോക്കാം എന്ന അനുകൂല നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും വനമേഖലയിലൂടെയുള്ള യാത്രക്ക് കേരളം നൽകുന്നത് പോലുള്ള ഉദാരമായ സമീപനമല്ല തമിഴ്നാട് അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സ്വീകരിച്ചു പോരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ വയോധികന്റെ 70 ലക്ഷം രൂപ ഓൺലൈൻ വഴി തട്ടിയെടുത്തത് കരുവാരക്കുണ്ടിൽ വിവിധ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയതായി പോലീസ് കണ്ടെത്തി. തമിഴ്നാട്ടിൽ നിന്നെത്തിയ പോലീസ് സംഘം 2 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ്
പണം എത്തിയ അക്കൗണ്ട് ഉടമകളെ കണ്ടെത്തിയത്. തമിഴ്നാട് തിരുവള്ളൂരിലെ വയോധികന്റെ പണമാണ് മറ്റൊരു അക്കൗണ്ടിലേക്ക് തട്ടിപ്പു സംഘം മാറ്റിയത്. അക്കൗണ്ടിൽ വന്ന പണം സംബന്ധിച്ച് പരിശോധന നടത്തണമെന്നും അതിനായി പണം മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നുമാണ് തട്ടിപ്പ് നടത്തിയ ആൾ വയോധികനോട് പറഞ്ഞതെന്ന് പോലീസ് അറിയിച്ചു. ഈ പണം മുഴുവനും ഉടൻ തന്നെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു. കരുവാരക്കുണ്ടിൽ മാത്രം ഏകദേശം 20 ലക്ഷം രൂപ വിവിധ ആളുകളുടെ അക്കൗണ്ടിൽ എത്തിയതായി പോലീസ് അറിയിച്ചു. തിരുവള്ളൂർ പോലീസ് ഇൻസ്പെക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് കരുവാരക്കുണ്ടിലെത്തിയത്. കരുവാരക്കുണ്ട് പോലീസിന്റെ സഹായത്തോടെ വിവിധ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചു. നേരത്തെ MDMA ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായ യുവാക്കളാണ് കരുവാരക്കുണ്ടിൽ വിവിധ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ച് പണം മാറ്റിയെടുത്തത്. വിദ്യാർത്ഥികളുടേതടക്കം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിയതായി പോലീസ് അറിയിച്ചു. പോലീസ് പരിശോധന തുടങ്ങിയതോടെ യുവാവ് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി 5 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നതായി അറിയിച്ചു. ഈ പണം ATM വഴിയും മറ്റും പിൻവലിച്ചു നൽകിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് നൽകുന്നവർക്ക് 5000 രൂപ വരെയാണ് തട്ടിപ്പ് സംഘം നൽകുന്നത്. അനധികൃതമായി അക്കൗണ്ടിൽ വരുന്ന പണം പിൻവലിക്കുന്നവരാണ് കേസിൽ ഉൾപ്പെടുകയെന്ന് കരുവാരക്കുണ്ട് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്രത്തിനെതിരെ CPMന്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ വിരലിൽ എണ്ണാവുന്ന ആശമാർ മാത്രമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണ് സമരമെന്നും നേതാക്കൾ ആരോപിച്ചു. ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപ അനുവദിക്കുക, PF, പെൻഷൻ, ഗ്രാറ്റുവിറ്റി നൽകുക, ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കുക, ബജറ്റിൽ സംസ്ഥാനത്തിന് അർഹമായ വിഹിതം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CITU ഡിവിഷൻ സെക്രട്ടറി KP മസൂദ് ഉദ്ഘാടനം ചെയ്തു. ഭരണം കൊണ്ടാണ് ഇന്ന് ആശയായാലും അംഗനവാടിയായാലും എല്ലാം ഇവർക്ക് ജീവൻ കൊടുത്തവരാ. അതിനെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവർ നടപ്പാക്കുന്നത്. ഇപ്പം അവരുടെ സമരം പോയി നിരാഹാര സമരമായി മാറി. അതും ഇല്ലാത്ത ഒരു രൂപത്തിൽ കൂടിയാണ് പോകുന്നത്. അംഗനവാടി എന്ന് പറയുന്നത് അംഗനവാടി തൊഴിലാളികൾക്കെതിരായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുക. അപ്പോൾ 7,000-10,000 രൂപ കിട്ടിപ്പോകുന്നുണ്ട് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. ഇത് ഇവരെ ലക്ഷ്യം ഇവർ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പഞ്ചായത്തുകളൊക്കെ LDFന് നഷ്ടപ്പെടണം. അവർക്ക് UDFന് രംഗത്ത് വരണം. അതിന് പാവപ്പെട്ട സ്ത്രീകളൊക്കെ രംഗത്തിറക്കുക. ഇവർക്ക് എന്താ ഗുണം കിട്ടുന്നത്? എന്ത് ഗുണം കിട്ടാൻ പോകുന്നത്? ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഏതെങ്കിലും തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ടോ? കേരളം ഇടതുപക്ഷം ഭരിക്കൊണ്ട് ഇടതുപക്ഷത്തിന് തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ബഡ്ജറ്റിന് പോലും ഈ കേരളത്തിന് അവഗണിക്കപ്പെടുകയുണ്ടായത്. യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നും സമരം കണ്ടാൽ അവിടെ ഇറങ്ങുന്ന സുരേഷ് ഗോപി പോലും പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കുന്നില്ലെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഏരിയ കമ്മിറ്റി അംഗം TR സെബാസ്റ്റ്യൻ പറഞ്ഞു. ആദ്യമായി ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണം. അംഗീകരിച്ചാലേ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതില്ലാത്തടത്തോളം കാലം യാതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സമരം തൽക്കാലം ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള സമരമല്ല. ഏതെങ്കിലും പത്രക്കാരൻ്റെയോ ഏതെങ്കിലും മീഡിയക്കാരൻ്റെയോ ഔദാര്യത്തിലുള്ള സമരമല്ല CIT നടത്തുന്നത്. നമ്മൾ ഈ സമരം നിരന്തരമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ട് നമ്മൾ അംഗനവാടി ജീവനക്കാരുടെ പ്രശ്നം ഏറ്റെടുത്ത് സമരം ചെയ്യുന്നു. സ്കീം വർക്കേഴ്സായ സ്കൂൾ പാചക തൊഴിലാളി, അംഗനവാടി, അതുപോലെ തന്നെ ആശാ വർക്കർ തുടങ്ങി എല്ലാ മേഖലയിലെയും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം നിലവിലുണ്ട്. ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് വേണം വിചാരിക്കാൻ. ആ വിഷയത്തിൽ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിരന്തര സമരം നടത്തുകയും ആ വിഷയം ചൂണ്ടിക്കാണിക്കാൻ, ആ വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കാൻ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പോയപ്പോൾ പ്രവേശന അനുമതി, അല്ലെങ്കിൽ അഭിമുഖത്തിനുള്ള അനുമതി, അല്ലെങ്കിൽ കണ്ടുമുട്ട് സംസാരിക്കാനുള്ള നേരിട്ട് നിവേദനം കൊടുക്കാൻ അനുമതി പോലും നിഷേധിക്കുന്ന ഒരു ഭരണകൂടത്തോടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. ഈ സമരത്തിന് ഇപ്പോൾ റോട്ടിൽ വന്നിട്ട് ഒരു അംഗനവാടി വർക്കറെ കണ്ട സുരേഷ് ഗോപി ആണെങ്കിൽ ഇപ്പോൾ കൊടയും തേരും കെട്ടിപ്പിടിക്കുകയും ചെയ്യും. കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണല്ലോ പോകുന്നത്.
അപ്പോൾ അതാണ് സന്തോഷം പലർക്കും. യഥാർത്ഥ വിഷയം പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല. യഥാർത്ഥ വിഷയം പരിഹരിക്കാൻ പാർലമെന്റിനകത്ത് ഈ സമരം വന്നപ്പോൾ ആണല്ലോ ചർച്ചയ്ക്ക് തയ്യാറായത്. ഈ സമരം രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്നതെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതിനു മുൻപ് ആശാ വർക്കർമാരെ കൂട്ടിയ INTC-ക്കാർ സമരം ചെയ്തോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള ഓരോ ആശാ വർക്കർമാരെയും കണ്ട് ആരെങ്കിലും ചോദിച്ചോ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചോ? ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ഏരിയ പ്രസിഡന്റ് KN സുശീല അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സവിത S. നായർ, കാഞ്ചന, ഷീബ, ശ്രീലേഖ എന്നിവർ പ്രസംഗിച്ചു. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് M മലയോര ജാഥയ്ക്ക് പാലക്കാട് തുടക്കം. ജില്ലാ പ്രസിഡന്റ് K. കുശലകുമാർ നയിക്കുന്ന ജാഥ 3 ദിവസങ്ങളിലായാണ് പര്യടനം നടത്തുന്നത്. മാർച്ച് 27 ഡൽഹിയിൽ നടത്തുന്ന ധർണയ്ക്ക് മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജാഥയുടെ ഉദ്ഘാടനം മുൻ MLA സ്റ്റീഫൻ ജോർജ് നിർവഹിച്ചു. അതിഗംഭീരമായ ജനപ്രാതിനിധ്യത്തോടുകൂടി സംഘടിപ്പിക്കുന്ന ഈ ജാഥയ്ക്ക്, പ്രത്യേകിച്ച് ഈ പാലക്കാട് ജില്ലയിൽ മുതലമടയിൽ നിന്നും ആരംഭിക്കുന്ന ജില്ലാ പ്രസിഡന്റ് ശ്രീ കുശലകുമാറിന്റെ നേതൃത്വത്തിലും സംസ്ഥാന നേതാക്കളായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ജോസ് ജോസഫ്, പ്രിയപ്പെട്ട വർഗീസ് ചേട്ടൻ എന്നിവരുടെയെല്ലാം ആത്മാർത്ഥമായ സഹകരണത്തോടുകൂടിയും എല്ലാം നടത്തുന്ന ഈ ജാഥയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. ശ്രീധര, ഈ ജാഥ കേരള കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിക്കാനൊരു കാരണമുണ്ടായി. കേരളത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു ദിവസം മിനിമം ഒരാളെയെങ്കിലും മൃഗങ്ങൾ കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ രാവിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് പത്രം വായിക്കുമ്പോൾ നമ്മുടെ മലമ്പുഴയിലൊരു മോഹനെ പന്നി, അദ്ദേഹം ബൈക്കിൽ പോകുമായിരുന്നു, പന്നി ചാടി അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ ജില്ലയിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പാലക്കാട് മുതലമട കാമ്പ്രത്ത് ചെള്ളയിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ സ്വീകരണവും നൽകുന്നുണ്ട്. 23 ഞായറാഴ്ച കടമ്പഴിപ്പുറത്ത് ജാഥ സമാപിക്കും. ജാഥ ക്യാപ്റ്റൻ കുശലകുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ജോസ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. KM വർഗീസ്, ബേബി പാണുച്ചിറ, ഉല്ലാസ്, ശശിധരൻ, ശെൽവരാജ്, സന്തോഷ് അറക്കൽ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പിയിലെ ഗ്രാമീണ റോഡുകൾ പുനർനിർമ്മിക്കാൻ 6 കോടിയുടെ ഭരണാനുമതി. വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും 21 ഗ്രാമീണ റോഡുകൾക്കാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ റോഡ് പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഹമ്മദ് മൂസിൻ MLA നിർദ്ദേശിച്ച ഗ്രാമീണ റോഡുകൾ പുനർനിർമ്മിക്കുന്നതിനാണ് 6 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത്. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും 21 ഗ്രാമീണ റോഡുകൾക്കാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ പുനർനിർമ്മാണം ഏതാണ്ട് 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റു റോഡുകളുടെ പുനർനിർമ്മാണത്തിന് മതിയായ ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ജൽജീവൻ മിഷന്റെ പൈപ്പ് ലൈനുകൾ കടന്നുപോയതിനാൽ ഗ്രാമീണ റോഡുകൾ തകർന്നത് വളരെയേറെ യാത്രാക്ലേശം സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ 21 റോഡുകൾക്ക് ഭരണാനുമതി ലഭിച്ചത് ഏറെ ആശ്വാസകരമാണെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ട റോഡുകളുടെ ടെൻഡർ നടപടികൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റു റോഡുകളുടെ സാങ്കേതിക അനുമതിയും പ്രവൃത്തികളുടെ ടെൻഡർ നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്നതിന് നിർദ്ദേശം നൽകിയതായി മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. സമ്പൂർണ്ണ ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മുൻഗണന നൽകി കൊപ്പം പഞ്ചായത്ത് ബജറ്റ്. ലൈഫ് ഭവന പദ്ധതിക്കായി ബജറ്റിൽ 15 കോടി നീക്കിവെച്ചു. 33,15,11,671 രൂപ വരവും 32,89,64,128 രൂപ ചിലവും 25,47,543 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കൊപ്പം പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് K. ബീന അവതരിപ്പിച്ചത്. ഭവന പുനരുദ്ധാരണത്തിന് നിരവധി അപേക്ഷകളുണ്ടെങ്കിലും എല്ലാവർക്കും നൽകാൻ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം കഴിയാത്ത സ്ഥിതിയുണ്ടായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പരമാവധി ആളുകൾക്ക് ഈ ആനുകൂല്യം നൽകാൻ സാധിച്ചു. ഇതിനായി തനത് ഫണ്ട് കൂടി വകയിരുത്തിയിരുന്നു. ഈ വർഷം നിലവിലെ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യം എത്തിക്കും. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള എല്ലാ അപേക്ഷകർക്കും ഈ ആനുകൂല്യം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. വിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഇതിനോടകം നടന്നു കഴിഞ്ഞു. സമ്പൂർണ്ണ ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മുൻഗണന നൽകുന്ന ബജറ്റിൽ ലൈഫ് ഭവന പദ്ധതിക്കായി 15 കോടി നീക്കിവെച്ചു. പ്രാദേശിക ഗ്രാമീണ റോഡുകൾക്കായി 5 കോടിയും MCF കെട്ടിട നിർമ്മാണത്തിനായി 1 കോടിയും വകയിരുത്തി. കാർഷിക മേഖലയിൽ നെൽകൃഷിക്കായി 61 ലക്ഷം,
മാലിന്യമുക്ത നവകേരളം പദ്ധതി, അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം പൂർത്തിയാക്കൽ, തെരുവുവിളക്ക്, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, പട്ടികജാതി വികസനം, യുവാക്കൾ, വയോധികർ, ഭിന്നശേഷിക്കാർ, വനിതകൾ എന്നിവരുടെ ക്ഷേമം എന്നിവയ്ക്കും കൂടി പ്രാധാന്യം നൽകുന്നതാണ് പുതിയ ബജറ്റ്. ഒറ്റപ്പാലം നഗരസഭ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം തള്ളുന്ന മാലിന്യങ്ങൾ മൂലം പൊറുതിമുട്ടി സമീപവാസികൾ. മാലിന്യം തേടിയെത്തുന്ന തെരുവ് നായ്ക്കൾ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത് പതിവാണ്. വാണിജ്യ സമുച്ചയത്തിന് സമീപം മാലിന്യം കൂടിക്കിടക്കുകയാണ്. പ്ലാസ്റ്റിക് സഞ്ചികളിലും ചാക്കുകളിലുമാക്കി തള്ളുന്ന മാലിന്യങ്ങളിൽ മാംസാവശിഷ്ടങ്ങൾ വരെയുണ്ട്. ഇതുകാരണം ഈ ഭാഗത്തു നിന്ന് തെരുവ് നായ്ക്കൾ ഒഴിയില്ല. ഞങ്ങൾ ഈ പ്രദേശത്തുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവിടെയുള്ള ഇറച്ചിക്കടത്തെ വേസ്റ്റും എല്ലാവരും അവിടെ ഇട്ടിട്ട് തെരുവ് നായ്ക്കൾ വന്ന് തിന്നിട്ട് ഇവിടെയുള്ള എല്ലാവരുടെയും പിന്നാലെ ആടിൻ്റെ പിന്നാലെ തെരുവ് നായ്ക്കൾ ഓടുക. ഇത്ര പെട്ടെന്ന് ഇതിനായിട്ട് വഴി കണ്ടാൻ പറ്റും. അപ്പുറത്ത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ മറ്റ് സ്ഥാപനങ്ങൾക്കും എല്ലാം വേസ്റ്റും ഇങ്ങോട്ട് തട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സമീപത്തെ വെള്ളാട്ടുപടി നഗറിലെ 2 ആടുകളെയാണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. ഇതിലൊന്ന് ചത്തു. ഒരാടിന്റെ കാലിൽ കടിച്ചതിനാൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. സമീപവാസികൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ വടി കയ്യിൽ കരുതേണ്ട സ്ഥിതിയാണ്. ഞങ്ങൾ ആടിനെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നിറയെ നായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ്. കോഴി വേസ്റ്റും മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് നായ്ക്കളെ എപ്പോഴും അവിടെ ഉണ്ട്. അതുകൊണ്ട് വൈകിട്ട് ഞങ്ങൾ ഈ ആടിനെ വിടുന്ന നേരത്ത് വിടാൻ പറ്റണില്ല. അതാണ് ഇപ്പോൾ അവസ്ഥ. അത് എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റുള്ളൂ. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് GMUP സ്കൂളിന് സമീപം ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. തുഷാർ ഗാന്ധി മുതൽ തുഷാർ ഗാന്ധി വരെ എന്ന വിഷയത്തിലായിരുന്നു സദസ്സ് സംഘടിപ്പിച്ചത്. തുഷാർ ഗാന്ധിക്കെതിരെയുള്ള RSS നിലപാടുകളിൽ പ്രതിഷേധിച്ചായിരുന്നു ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത്. സദസ്സ് KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. RSS ആക്രമണങ്ങളിൽ കേരളത്തിലെ സാംസ്കാരിക നായകർ എവിടെ പോയി എന്ന് KA തുളസി ചോദിച്ചു. ബന്ധപ്പെട്ട ഏതെങ്കിലും ഘടകകക്ഷികളുടെ യുവജന സംഘടനകളോ അല്ലെങ്കിൽ വനിതാ സംഘടനകളോ ഈ ആശാ വർക്കർമാരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇവരുടെ ഏതെങ്കിലും വനിതാ നേതാക്കന്മാരോ അല്ലെങ്കിൽ അവർക്ക് വനിതാ MLA-മാരുണ്ട്. ആ തിരുവനന്തപുരത്ത് കൂടി ഈ സമരം നടക്കുന്ന അവരുടെ വാഹനങ്ങളിലൊക്കെ പല സമയങ്ങളിലായിട്ട് സഞ്ചരിക്കുന്ന ആളുകൾ ഇപ്പോഴാണെങ്കിൽ നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ അതിന് മുന്നിലൂടെ നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഒരു നിമിഷം അങ്ങോട്ടൊന്ന് കയറാൻ മന്ത്രിയാണെങ്കിൽ അവിടെ ഒന്ന് കയറി അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാകാനുള്ള ഒരു മാനുഷികമായിട്ടുള്ള ഒരു സാമാന്യ ബോധം ഇവരൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ തുഷാർ ഗാന്ധിക്ക് ഇതിലപ്പുറവും വരും. പക്ഷേ അതുപോലെ തുഷാർ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ സധൈര്യം മുന്നോട്ട് വന്ന അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എവിടെ പോയി എന്ന് നമ്മളൊക്കെ ആ വിലാപം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആരും അതിന് ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല. കാരണം ആർക്കും മിണ്ടാൻ ധൈര്യമില്ല എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C വിഷ്ണു, ഷെഫീഖ് അത്തിക്കോട്, അരുൺകുമാർ പാലകുർശി, നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു, ഗിരീഷ് ഗുപ്ത, PM മുഹമ്മദ് ഗീസാൻ, ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി P അഹമ്മദ് അഷ്റഫ്, PR സുരേഷ്, അസീസ് ഭീമനാടി എന്നിവർ പ്രസംഗിച്ചു. വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ ടൗൺ യൂണിറ്റ് 1100 കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. സമിതി ജില്ലാ പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 20 വർഷമായി റംസാൻ, ഓണം തുടങ്ങിയ ആഘോഷവേളകളിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. ഈ റംസാനിൽ 1100 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. മുൻകൂട്ടി തിരഞ്ഞെടുത്ത കുടുംബങ്ങളുടെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തതെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ, പെരിന്തൽമണ്ണ ടൗൺ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം M ഷാഹുൽ അമീദിന് കൈമാറി കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷ്യക്കിറ്റുകൾ കൂടുതൽ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായി K സുബ്രഹ്മണ്യൻ പറഞ്ഞു. വളരെ പരിമിതമായ സംഖ്യ വെച്ചുകൊണ്ട് ഞങ്ങളെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ ചെറിയ സംഖ്യ പിരിച്ചെടുത്താണ് കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ കാലങ്ങളായി നടത്തുന്നു, 10-20 കൊല്ലമായിട്ട് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ഈ തവണ 1100 കിറ്റാക്കി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണ 1000 എണ്ണമായിരുന്നു, അതിൽ 100 എണ്ണം കൂടി വർദ്ധിപ്പിക്കുന്ന സംവിധാനം ഉണ്ടായി.
നമുക്കറിയാം, നമ്മളിത് മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ വീടിന്റെ പരിസരത്തുള്ള പാവപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് ഈ പ്രദേശത്ത് ഒന്നിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പൊ അത് സംഭാവന ചെയ്യുന്ന ആളുകൾ നല്ല വിശ്വാസികൾ കൂടി ആയതുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് അവരൊരു ചടങ്ങ് ആക്കി കണ്ടുകൊണ്ട് അത് ആർഭാടമാക്കി അവരെ കഴിവില്ലായ്മയും ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഇവിടെ ക്യൂ നിർത്തി കൊടുക്കുന്ന ഒരു സംവിധാനം വേണ്ട എന്ന് ഇവിടെ നിർദ്ദേശം വന്ന് ഞങ്ങൾ നല്ല രീതിയിൽ അത് പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പൊ എക്സിക്യൂട്ടീവ് മെമ്പർമാർ അവരുടെ വീടുകളുടെ അടുത്തുള്ള ഇതിന് തീർത്തും അർഹരായ ആളുകളെ കണ്ടെത്തി അവരെ വീടുകളിൽ ഈ തുക എത്തിക്കുക, തുക എന്നല്ല ഈ സാധനം വീടുകളിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുക എന്ന സംവിധാനമാണ് വ്യാപാരി വ്യവസായ സമിതി പെരിന്തൽമണ്ണ ടൗൺ യൂണിറ്റ് ഇവിടെ നടപ്പാക്കി വരുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് നെച്ചിയിൽ മൻസൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ, ഏരിയ സെക്രട്ടറി പി അബ്ബാസ്, ഏരിയ പ്രസിഡന്റ് സലാം ഗൾഫോൺ, കൈപ്പുള്ളി റിയാസ്, കീഴ്ശ്ശേരി ഷാജി, ഇമേജ് ഹുസൈൻ, എം നവാസ്, യാസർ, കെ.ടി. ദാസൻ, പി സുനിൽ, മോനു മുഹമ്മദ്, എ നസീമ, RS റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിപത്തിനെതിരെ MSS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ലഹരി ജനജാഗ്രതാ സദസ്സും ഇഫ്താർ സംഗമവും അലനല്ലൂരിൽ നടന്നു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തിനും കുറ്റകൃത്യങ്ങൾക്കുമെതിരെയാണ് MSS ജില്ലാ കമ്മിറ്റിയുടെ തിരിച്ചുപിടിക്കാം സ്നേഹവീടുകൾ തുരത്താൻ ലഹരി വിപത്ത് എന്ന പ്രമേയത്തിൽ സാമൂഹിക പങ്കാളിത്തത്തോടെ ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പരിപാടിയുടെ ഭാഗമായി ജനജാഗ്രതാ സദസ്സും ഇഫ്താർ സൗഹൃദ സംഗമവും അലനല്ലൂർ MK ഹാളിൽ നടന്നു. MSS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ഉണ്ണീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി ഹസൻ ഹാജി അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS നിസാമുദ്ദീൻ 100-ൽ പരം കുടുംബങ്ങൾക്കുള്ള റമദാൻ കിറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. M മുഹമ്മദ് അലി മിഷ്കാത്തി, ജില്ലാ സെക്രട്ടറി ഹമീദ് കൊമ്പത്ത്, കെ വേണുഗോപാൽ, കെ സുദർശനകുമാർ, സൈനുദ്ദീൻ ആലായൻ, കെ രവി, PPK അബ്ദുറഹ്മാൻ, ബാബു മൈക്രോടെക്, കെ ഹബീബുള്ള അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു. കർമ്മ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ബോധവൽക്കരണ പരിപാടികൾ, വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, വർണ്ണോത്സവം, ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് കൗൺസിലിംഗ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, മികച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കും. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. 1989 മുതൽ ഇന്നും ഡയറി എഴുതുകയാണ് അധ്യാപകനായ ഹുസൈൻ പാറൽ. തൻ്റെ അധ്യാപകനിൽ നിന്നും ലഭിച്ച പ്രചോദനമാണ് വർഷവും മുടങ്ങാതെയുള്ള ഈ ഡയറി എഴുത്ത്. താൻ ഇതുവരെ എഴുതിയ ഡയറികൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് ഹുസൈൻ ക്ലാസ് എടുത്തത്. തൂതപ്പാറൽ വീട്ടിക്കാട് AMLP സ്കൂൾ അധ്യാപകനായ ഹുസൈൻ പാറൽ കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സിലെ ഡയറി കുറിപ്പുകൾ എന്ന അറബിക് പാഠഭാഗം എടുക്കുമ്പോൾ താൻ ഇതുവരെ എഴുതിയ മുഴുവൻ ഡയറികളും കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചാണ് ക്ലാസ് എടുത്തത്. മൊബൈൽ മാത്രം ഉപയോഗിച്ച് എഴുത്തും വായനയും ശീലിക്കുന്ന പുതുതലമുറയ്ക്ക് ഡയറി എഴുത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അത്. ഡയറിയുടെ പശ്ചാത്തലത്തിൽ പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ കൗതുകത്തോടെ വീക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതിവെച്ച് പിന്നീടത് വായിക്കുമ്പോൾ കൗതുകമായി തോന്നും. നല്ല ഓർമ്മകൾ കടന്നുവരും. ഞാൻ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു എന്ന് പിന്നീട് ഡയറിയുടെ പേജ് മറിച്ചു നോക്കുമ്പോൾ ആശ്ചര്യപ്പെടുമെന്ന സൽഫിയ അറബിക് കോളേജ് അധ്യാപകൻ ഹദിയത്തുള്ള സൽഫിയുടെ വാക്കുകളാണ് ഹുസൈൻ പാറലിനെ ഡയറി എഴുതാൻ പ്രേരിപ്പിച്ചത്. ആദ്യമൊക്കെ ബുക്ക്ലെറ്റുകളിലും ചെറിയ പോക്കറ്റ് ഡയറിയിലും എഴുതിയത് പിന്നീട് പേജ് തികയാതെ വന്നപ്പോൾ എഴുത്തു വലിയ ഡയറിയിലാക്കി. ഹുസൈൻ പ്രവർത്തിക്കുന്ന സംഘടനയായ KATFന്റെ ഡയറിയിലാണ് അധികവും എഴുതിയിട്ടുള്ളത്. ആദ്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഡയറി എഴുതിയിരുന്നത് ചെറിയ ബുക്ക്ലെറ്റ് അതുപോലെ ചെറിയ ബുക്കുകളിലൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഡയറി വലിയ ഡയറികളിലേക്ക് എഴുതി തുടങ്ങി. അപ്പോൾ ഈ ചില വർഷം ഡയറി കിട്ടാതെ വരും. ആ സമയത്ത് ഞാൻ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഡയറി അന്വേഷിച്ചപ്പോൾ അന്ന് രസകരമായ സംഭവം ഉണ്ടായി. നമ്മുടെ ഉണ്ണിമാഷ് തിരുനെൽമല KMM UP സ്കൂളിലെ ഉണ്ണിമാഷ് വന്ന് പിന്നിൽ നിന്ന് ഞാൻ ഡയറി ഇങ്ങനെ ഷോപ്പ് കീപ്പറോട് ചോദിക്കുകയാണ്. ഡയറി ചോദിക്കുമ്പോൾ ഇതിൽ ഫുൾ പേജിലുള്ള ഡയറി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫുൾ പേജിൽ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് പുറകിൽ നിന്ന് ഫുൾ പേജിലുള്ള ഡയറി കൊടുക്ക് എന്ന് പറഞ്ഞു. അത് തമാശയായിട്ട് എനിക്ക് തോന്നി. ട്രെയിനിങ്ങുകൾക്കും
തീർത്ഥാടന യാത്രയ്ക്ക് വിദേശത്തും ദൂരസ്ഥലങ്ങളിലും പഠന വിനോദയാത്രയ്ക്കും മറ്റും പോയപ്പോഴെല്ലാം ഡയറി കൂടെ ഉണ്ടായിരുന്നു. വായനയിലേക്കും എഴുത്തിലേക്കും തിരിച്ചു വരുവാനുള്ള സന്ദേശമാണ് ഇതിലൂടെ പൊതുസമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും നൽകാനുള്ളതെന്ന് ഉസൈൻ പാറൽ പറയുന്നു. എത്ര വൈകി വീട്ടിലെത്തിയാലും കിടക്കുന്നതിന് മുമ്പ് ഉസൈന് ഡയറി എഴുത്ത് നിർബന്ധമാണ്. പാറൽ സ്കൂളിലെ തന്നെ അറബി അധ്യാപികയായ സഹധർമ്മിണി ഷമീമയുടെ പൂർണ്ണ പിന്തുണയും ഉസൈന്റെ ഡയറി എഴുത്തിനുണ്ട്. മെക്സവൻ ഇടത്തനാട്ടുകര നാലുകണ്ട യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. PKHMO UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ 270ഓളം ആളുകൾ പങ്കെടുത്തു. മെക്സവൻ നാലുകണ്ടം യൂണിറ്റ് അംഗങ്ങൾ ചേർന്ന് അവരുടെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 270ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. നോമ്പുതുറയ്ക്കുള്ള ലഘുഭക്ഷണത്തിനു ശേഷം വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഒരുക്കിയത്. മെക്സവൻ നാലുകണ്ടം യൂണിറ്റ് ചെയർമാൻ മുഫീന ഏനു, വൈസ് ചെയർമാൻ സോമൻ, സെന്റർ കോർഡിനേറ്റർ മുബാറക് പാറോക്കോട്ട്, സെന്റർ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KP യഹിയ, C കുഞ്ഞിപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ തോട്ടര വെള്ളിയിലംകടവ് വെള്ളിയിലൻസ് കൂട്ടായ്മ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. വർഷങ്ങളായി നടത്തിവരുന്ന ഈ സമൂഹ നോമ്പുതുറയിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ 500ഓളം പേർ പങ്കെടുത്തു. പ്രവാസികളും നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് നോമ്പുതുറ നടത്തിയത്. അക്ബർ, റഹ്മാൻ, ബിലാൽ, സഞ്ജയ്, റമീസ് എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. PA തങ്ങൾ, വാർഡ് മെമ്പർ ബഷീർ, ഹബീബ് തങ്ങൾ, സക്കീർ നമ്പിയത്ത്, ജോൺസൺ, ഫസൽ തങ്ങൾ, കുഞ്ഞാപ്പു K, ഹനീഫ K, അജിത് കുമാർ, കരിമ്പുഴ ട്രോമ കെയർ മെമ്പർമാരായ മണി ശ്രീലക്ഷ്മി, രാജു കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായ ASI അനിൽ, സീനിയർ സിവിൽ പോലീസുകാരായ ഷൗക്കത്ത് അലി, ഷിബിൻ എന്നിവർ പങ്കെടുത്തു. ഈ വെള്ളിയിലംകടവ് കമ്മിറ്റി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചത് വളരെ സൗഹാർദ്ദമായി, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റംസാനിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഈ നോമ്പ് മാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ലോകത്തിന് വേണ്ടി ഇറങ്ങിയ ദിവസമാണ്. ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോക ജനതയ്ക്ക് ഒരു ജീവിത മാർഗമാണ് പരിശുദ്ധ ഖുർആനുള്ളത്. അത് നമ്മളെല്ലാവരും അംഗീകരിക്കണം. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സഹോദരന്റെ സ്കൂട്ടർ കത്തിച്ച കേസിൽ തൃത്താലക്കൊപ്പം കോലത്തുപറമ്പിൽ നൌഷാദിനെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. നൌഷാദിന്റെ സഹോദരൻ ഷിഹാബിന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ശ്രീകൃഷ്ണപുരം VTB കോളേജിലെ വനിതാ വികസന വകുപ്പും ശ്രീകൃഷ്ണപുരം പഞ്ചായത്തും സംയുക്തമായി ദ്വിദിന സൗജന്യ ചുമർചിത്ര കലാ ശില്പശാല സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സർവകലാശാല ലൈഫ് ലോങ് ആർട്ട് വിഭാഗം മുൻ അധ്യാപിക രാധിക രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സരിത നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് സുനിൽ, കോളേജ് വനിതാ വികസന സെൽ കോർഡിനേറ്റർമാരായ ദിവ്യ, ഡോക്ടർ വിജയശ്രീ, സിനു എന്നിവർ സംസാരിച്ചു. എനിക്ക് എപ്പോഴും വെളുത്തിറങ്ങിയ തലവേദനയായിരിക്കും. അപ്പോൾ എൻ്റെ ടീച്ചർ തുന്നുന്ന സാധനങ്ങളെല്ലാം എൻ്റെ മുന്നിൽ കൊണ്ടുവരും. അങ്ങനെ ഞാൻ ടീച്ചറെ എംബ്രോയിഡറി ചെയ്തു കൊടുക്കും. ടീച്ചർ അത് പിന്നീട് സേവ് ചെയ്യും. അപ്പോൾ ആ ടീച്ചറാണ് എനിക്ക് ഒരു പക്ഷേ എനിക്ക് കളറുകൾ നൂലിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ആദ്യമായി താണ്ടമ്മ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഇപ്പോൾ ഇല്ല. അതായത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഒരുപാട് വർഷമായി. അപ്പം ആ സ്കൂളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെ കളറിനോട് ഇഷ്ടം. പഠിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ അതിൽ കൂടുതൽ ഇഷ്ടം എനിക്ക് കളറിനോടും വരയ്ക്കാനൊക്കെ ആയിരുന്നു. പക്ഷെ അതായത് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. നമ്മളെങ്ങനെ ശ്വാസം എടുക്കുന്നോ അതുമാതിരിയാണ് എനിക്ക് കല. കാരണം ഇതില്ലാതെ ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ വരുന്ന 2 ദിവസം തന്നെ ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ അടുത്ത ആഴ്ചക്ക് മാറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘർഷം. 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പരിക്കേറ്റവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു.
ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് പത്തിരിപ്പാല ശാഖയിൽ നടന്ന മുക്കുപണ്ട പണയ തട്ടിപ്പ് ബാങ്ക് ഉദ്യോഗസ്ഥനടക്കം 7 പേർ അറസ്റ്റിൽ. മുക്കുപണ്ടം പണയം വെച്ച് 45.5 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. മലപ്പുറം തുവ്വൂരിൽ കഞ്ചാവ് ഉപയോഗിച്ചവരെ പിടികൂടി പോലീസിലേൽപ്പിച്ച ക്ലബ്ബ് പ്രവർത്തകർക്ക് ലഹരി മാഫിയയുടെ വധഭീഷണി. ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകരെയാണ് ലഹരി മാഫിയ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. പരാതിയിൽ കരുവാരക്കുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി. ഷൊർണൂർ കുളപ്പുള്ളിയിൽ സിമന്റ് കയറ്റിറക്കു യന്ത്രം കൊണ്ടുവന്ന കടയുടമയ്ക്കെതിരായ CITUവിന്റെ സമരം. കടയുടമയ്ക്ക് പിന്തുണയുമായി വ്യാപാരികൾ കടകൾ അടച്ച് പ്രതിഷേധിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മണ്ണാർക്കാട് നിന്നും വട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലേക്കുള്ള പരമ്പരാഗത പാത തുറക്കണമെന്ന ആവശ്യം ശക്തം. നിയമസഭയിലും വിഷയം ഉന്നയിച്ച് N. ശംസുദ്ദീൻ MLA. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.